വെൽക്കം ടു നമ്മുടെ പാർട്ട് 2 ഓഫ് ന്യൂയോർക്ക്. സോ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ന്യൂയോർക്കാണ്. ആൻഡ് ഇന്നത്തെ നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇവിടെ ന്യൂജേഴ്സിയിൽ ഒരു വലിയ അമ്പലമുണ്ട് കേട്ടോ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഈ അടുത്തായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷനൊക്കെ. സോ ബാബ്സ് അക്ഷർധാം ടെമ്പിൾ ഇൻ ന്യൂജേഴ്സി. അപ്പോൾ അവിടെ വന്നേക്കാണ് നമ്മൾ. രാവിലെ ഒരു 8:30-9 മണിയാകുമ്പോഴേക്കും എത്തണം എന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ ഇപ്പോൾ എത്തിയപ്പോഴേക്കും 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ അമ്പലത്തിലൊക്കെ കയറി ഒന്ന് തൊഴുതിട്ട് നമ്മളവിടെ ഫുഡുണ്ട്. സോ വെജിറ്റേറിയൻ ഫ്രീ ഫുഡാണ്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. സോ അക്ഷർധാം ഇവിടുത്തെ ഈ ടെമ്പിൾ ഭയങ്കര വലുതാട്ടോ. എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചപ്പോൾ കണ്ടത് ഇന്ത്യയുടെ പുറത്തുള്ള ഏറ്റവും വലിയ ടെമ്പിളാണ് ഈ അക്ഷർധാം ബാബ്സ് ടെമ്പിൾ എന്ന് പറയുന്നത്. ലോർഡ് വിഷ്ണു ആണ് ഇവിടുത്തെ ഡയറ്റി. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് നിന്നിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പറയാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ലോകത്തിൽ തന്നെ 3ാമത്തെ വലിയ അമ്പലമാണ് കേട്ടോ ഇത്. ആൻഡ് നമ്മളിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ തന്നെ അവിടെ സ്വാമിനാരായൺ എന്ന് പറയുന്ന ഈ ബാബ്സിൻ്റെ ഫൗണ്ടറിൻ്റെ ഒരു ചെറുതല്ല കുറച്ച് വലിയ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ചുറ്റും നല്ല ഭംഗിയായിട്ട് ഗാർഡനും പിന്നെ ഈ സ്വാമിനാരായൺ ചെറുപ്പം മുതലേ സഞ്ചരിച്ച വഴികളുടെ മാപ്പും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറേ ഗോപുരമുണ്ട്. ഗാർഡനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതും ഒക്കെ. സോ ഇതാണ് അമ്പലം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ 2015 തുടങ്ങിയതെന്നാണ് ഞാൻ വായിച്ചത്. ആൻഡ് 2023 ആ സമയത്ത് എപ്പോഴും അത് കംപ്ലീറ്റ് ആയത്. ഇതിൻ്റെ കുറേ പണിയും 80% ഓഫ് ദ കൺസ്ട്രക്ഷനും വോളണ്ടറി ബേസിസിലാണ് അവർ ചെയ്തേക്കുന്നത്. നാട്ടിൽ നിന്ന് എന്തോ റിലീജിയസ് വോളണ്ടറി വിസ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ വരും. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, എൻജിനീയേഴ്സ്, അങ്ങനെയുള്ള സാധാ ആൾക്കാരാണ് ഇവിടുത്തെ 80% ഓഫ് കൺസ്ട്രക്ഷനിൽ ഹെൽപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അവർക്കൊക്കെ കൺസ്ട്രക്ഷൻ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പണിയണത്? ഇവർക്കൊക്കെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. നമ്മുടെ പണിയാൻ അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് അവർ ചെയ്തത്. ആൻഡ് മോസ്റ്റ്ലി വീക്കെൻഡ്സിലൊക്കെയാണ് ഇവർ വന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതായിരിക്കും ചിലപ്പോൾ ഇത്രയും താമസം എടുത്ത പണിത് വീട്. പിന്നെ ഇവിടുത്തെ ഉള്ള കൊത്തുപണികളും സ്റ്റോൺ വർക്കും അങ്ങനത്തെ കുറേ പരിപാടിയും നാട്ടിൽ നിന്ന് ചെയ്ത് അവർ ഷിപ്പ് ചെയ്യായിരുന്നു ഇങ്ങോട്ട്. ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആവും. സോ നേരത്തെ പറഞ്ഞില്ലേ സ്വാമിനാരായൺ ട്രാവൽ ചെയ്ത വഴി കൂടെ ഉള്ളൊരു മാപ്പ് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. സോ നമ്മളത് കാണാൻ പോവായിരുന്നു. ഇന്ത്യക്കും പുറത്തായിട്ട് പുള്ളി ട്രാവൽ ചെയ്ത സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്. നമ്മുടെ കേരളത്തിൽ വന്നിട്ടില്ല എന്തായാലും. ഈ സ്റ്റാച്ചു എത്ര ഹൈറ്റ് ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ടോ? ഇതാണ് ലക്ഷ്മി നാരായൺ. അറിയില്ല, മറന്നുപോയി. ഞാൻ എന്താ പറയാൻ വിട്ടുപോയത്. ഈ സ്റ്റാച്ചു ആണ്. നമ്മൾ അകത്ത് കയറി. സോ ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട്. സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല, ഷോർട്ട്സ് ഇടാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ഇതുണ്ട്. ഷോർട്ട്സും സ്ലീവ്ലെസ്സും ഒക്കെ ഇട്ട് വരികയാണ്. അതിനനുസരിച്ച് നേരത്തെ അറിയില്ല. കാരണം ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ട് കൊടുക്കാം, പിന്നെ ഇങ്ങനെ ഇടാം. അപ്പം അതിനകത്ത് ബാറ്റ്മാനാണ്. അങ്ങനെ നമ്മൾ മെയിൻ മന്ദിർ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ആർക്കിടെക്ചറാണ്. എല്ലാം മാർബിളിലും ലൈം സ്റ്റോണിലും ഒക്കെ കൊത്തിവെച്ചിട്ടുള്ള കുറേ അടിപൊളി സംഭവങ്ങളുണ്ട്. പിന്നെ അകത്ത് കുറച്ച് തിരക്കായതുകൊണ്ട് വേഗം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരണം എന്നേ ഉള്ളൂ. പക്ഷേ പുറത്ത് കുറച്ച് നേരം ഇരിക്കാൻ പറ്റും നമുക്ക് സമയത്തിനനുസരിച്ച്. ആൻഡ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം ഇങ്ങനെ വേറൊരു ബ്യൂട്ടിഫുൾ മന്ദിർ കാണാം. നിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഉള്ളിൽ?
Like, ഭയങ്കര മജസ്റ്റിക് video ആണല്ലേ? എടുക്കാൻ പറ്റില്ല, പക്ഷേ ഭയങ്കര ഭയങ്കര ഒരു ഒരു പ്ലെയിൻ സ്ഥലം പോലും ഇല്ല, എല്ലാം കുത്തി വെച്ചേക്കുക. ഇതൊക്കെ രാജസ്ഥാനിലാണ് മോസ്റ്റ്ലി എല്ലാ സ്റ്റോൺസും കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അതൊക്കെ അവിടെ നിന്ന് ഇവിടെ വരെ ഷിപ്പ് ചെയ്ത് ഒരു എന്താ പൊട്ടിയൊന്നും പോവാതെ കൊണ്ടുവരുന്നത് തന്നെ ഇത്രയും കൊണ്ടുവരണമല്ലോ. ആന കൊറേ ആനയുണ്ടല്ലേ കുഞ്ഞു? അങ്ങനെ അക്ഷർധാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോഴത്തേക്കും ഈ സമയപ്പോഴേക്കും ഇവിടെ ഭയങ്കര ക്യൂ ഒക്കെ ആയി. നമ്മൾ പോയപ്പോൾ അത്ര ക്യൂ ഒന്നും ഇല്ലായിരുന്നു, വേഗം കയറാൻ പറ്റിയായിരുന്നു. സോ പെട്ടെന്നൊരു ക്വിക്ക് ടൂറാണ് ഇത് കേട്ടോ. ലൈക്ക് ഇതിനെപ്പറ്റി വേണമെങ്കിൽ ശരിക്കും ഒരു അരമണിക്കൂർ വീഡിയോ ചെയ്യാം, അത്ര ഡീറ്റെയിൽസ് ആൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷെ നമ്മൾ മൊത്തത്തിലൊരു 10 മിനിറ്റ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ മാത്രം അത്രയും സമയം കൊടുക്കാൻ ഇല്ല, നിങ്ങൾക്കൊക്കെ ബോറടിക്കും. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. ഹായ്. സോ നമ്മൾ മറ്റേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇന്നലെ നമ്മൾ പാത്രമല്ലേ പോയത്, നമ്മൾ NJ ട്രാൻസിറ്റിൽ പോയിട്ട് ന്യൂയോർക്ക് സ്റ്റേഷനിൽ ഇറങ്ങി ബസ്സിലേക്ക് പോകും. ഇനി നടക്കുമായിരിക്കും, അല്ലെങ്കിൽ 8 മിനിറ്റ് ട്രെയിനും 10 മിനിറ്റ് നടക്കാനുമാണ്. മിക്കവാറും നടക്കുമായിരിക്കും ചെയ്യാം. എന്നിട്ട് ഇനി ബസ്സിൽ വിളിച്ചു. ആൻഡ് ഇതാണ് നമ്മളുടെ വെസൽ. സോ വെസലിൽ 16 ഫ്ലോർസും ഓൾമോസ്റ്റ് 154 കണക്റ്റഡ് സ്റ്റെയേഴ്സും ഉണ്ട്. ആൻഡ് ഇത് ഫേമസ് ആയതിൻ്റെ കാരണം തന്നെ ഇതിൻ്റെ ആ ഒരു ഹ്യൂമങ്കസ് ഷേപ്പും ആ ഹ്യൂമങ്കസ് ആർക്കിടെക്ചറും ഒക്കെ കൊണ്ടാണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹണി കോം സ്ട്രക്ചറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈൻ നടക്കാനാണ് പോയത്. സോ ഹൈലൈൻ പണ്ടത്തെ ന്യൂയോർക്ക് സെൻട്രൽ റെയിൽ റോഡായിരുന്നു. അവർ ഇപ്പം അതിനെ കുറച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് അവിടെ കൂടെ ഒരു ലീനിയർ പാർക്ക്, ലൈക്ക് ഗ്രീനറി ഒക്കെയുള്ള പാർക്കൊക്കെ. സോ ബിസി ലൈഫിൽ എല്ലാവർക്കും, ന്യൂയോർക്ക് ഭയങ്കര ബിസിയാണല്ലോ, അപ്പം ഇടയ്ക്ക് എല്ലാവർക്കും നടക്കാനോ കുറച്ച് ഗ്രീൻ സ്പേസ് എൻജോയ് ചെയ്യാനൊക്കെ അവിടെ കുറേ അട്രാക്ഷൻസും വെച്ചിട്ടുണ്ട്. സോ കുറേ വെള്ളം ചാടുന്ന സംഭവങ്ങൾ, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ PGN ഉണ്ട്. അങ്ങനെ നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് പോയത് മാൻഹാട്ടനിലുള്ള റൂസ്വെൽറ്റ് ഐലൻഡ് ട്രാംവേ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇതൊരു പോപ്പുലർ ഏരിയൽ ട്രാംവേ ആണ് വിച്ച് കണക്ട്സ് നമ്മുടെ ന്യൂയോർക്കിലുള്ളത് കണക്ട്സ് ബിറ്റ്വീൻ മാൻഹാട്ടൻ ആൻഡ് റൂസ്വെൽറ്റ്. സോ ഇതിൽ ടൂറിസ്റ്റ് മാത്രമല്ല കേട്ടോ, യൂഷ്വലി സാധാരണ മാൻഹാട്ടൻ ടു റൂസ്വെൽറ്റ് ഐലൻഡിലേക്ക് ട്രാവൽ ചെയ്യേണ്ട സാധാരണ ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇതും നമ്മളുടെ സാധാ മെട്രോ കാർഡ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈവനിങ് ഒക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു ചെറിയ സൺസെറ്റൊക്കെ ഉള്ള ഇപ്പോൾ വരികയാണെങ്കിൽ നമുക്ക് സൺസെറ്റിൻ്റെ കളേഴ്സും എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ സ്കൈ ലൈൻ, പിന്നെ ആ ഫുൾ ന്യൂയോർക്കിൻ്റെ ഭംഗിയും പിന്നെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത് എപ്പോഴും ലൈക്ക് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് മാൻഹാട്ടൻ കയറി റൂസ്വെൽറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 5 മിനിറ്റിൽ താഴെ അടുത്ത ട്രാം വരും. സോ വെരി ഫ്രീക്വൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കയറി റൈഡ് എൻജോയ് ചെയ്തു തിരിച്ച് അപ്പം തന്നെ ഒരു 5 മിനിറ്റ് താഴെ സമയത്തിൽ അടുത്ത ട്രാം വന്ന് തിരിച്ചു വരാൻ പറ്റി. ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ എല്ലാവരും ഇടിച്ചു തള്ളിയാണ് കയറുന്നത്. എന്താ വെച്ചാൽ എല്ലാവർക്കും ഫ്രണ്ടിൽ നിൽക്കണം, ഫ്രണ്ട് നിന്നാലാണല്ലോ ഏറ്റവും കൂടുതൽ കാഴ്ച കിട്ടുള്ളൂ. സോ നമുക്ക് എന്തായാലും 2 പ്രാവശ്യവും ഫ്രണ്ടിൽ തന്നെയുള്ള സീറ്റ് നിൽക്കാൻ പറ്റി. അങ്ങനെ ഇപ്പം നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കാണാൻ പറ്റാത്ത ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ്. സോ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എപ്പോൾ കണ്ടാലും എനിക്ക് ഷാരൂഖ് ഖാനായിട്ട് ഓർമ്മ വരിക, ഷാരൂഖ് ഖാനും കൽഹോന ഹോയും. സോ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പണി കംപ്ലീറ്റ് ചെയ്തത് 1883 ആൻഡ് ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് മാൻഹാട്ടനെയും ബ്രൂക്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെയാണ് കേട്ടോ. സോ ഇത് 2 ഡെക്ക്, ലൈക്ക് 2
ലെവലായിട്ടാണ് പണിതേക്കുന്നത്. സോ നമ്മൾക്ക് അതിൽ കൂടെ നടക്കാം, വണ്ടി ഓടിക്കാം, ബൈക്ക് റൈഡ് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. താഴത്തെ കൂടെ വണ്ടി പോവും, മുകളിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. അങ്ങനെയാണ്. കുറച്ച് ഫൺ ഫാക്ട്സ് അബൌട്ട് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഞാൻ പറഞ്ഞല്ലോ 1883 ഇതിന്റെ പണി കഴിഞ്ഞേക്കുന്നത്. സോ ഇതിന് ഓൾമോസ്റ്റ് 140 years ഓൾഡ് ഉണ്ട്. ആൻഡ് ഇത് പണി കഴിഞ്ഞ സമയത്ത് ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് സ്റ്റീൽ വയർ സസ്പെൻഷൻ ബ്രിഡ്ജ് ആൻഡ് വൺ ഓഫ് ദ എല്ലാ പണി കഴിഞ്ഞ സമയത്ത് ലോങ്ങസ്റ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സംശയമായിരുന്നു ഇതിൽ കൂടെ വെയിറ്റ് താങ്ങാൻ പറ്റുമോ, എല്ലാവർക്കും പോവാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ ആ സമയത്ത് 21 elephants അതിൽ കൂടെ മാർച്ച് ചെയ്യിപ്പിച്ചു എന്നാണ് പറയണേ, ടു പ്രൂവ് ദ സ്ട്രെങ്ത് ഓഫ് ദ ബ്രിഡ്ജ്. അങ്ങനെ വന്ന് നമ്മളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ ഈ പ്രാവശ്യം ന്യൂയോർക്ക് ട്രിപ്പ് സ്ഥലത്തെത്തിയേക്കാണ്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസസ് ഇൻ ദ വേൾഡ്, ദ ടൈംസ് സ്ക്വയർ. സോ നമ്മൾ അവിടെ എത്തി. ആൻഡ് വന്നു കഴിയുമ്പോൾ തന്നെ കാണാം നമ്മുടെ ഫുൾ ബിൽ ബോർഡ്സ്, ഫുൾ ലൈറ്റ്സ്, കുറേ ആൾക്കാർ, ഫുൾ ബഹളം. എന്താ പറയുക, ആരും ഉറങ്ങാത്ത സിറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ടൈംസ് സ്ക്വയർ എന്നുള്ള പേര് വന്നത് നമ്മളുടെ ന്യൂയോർക്ക് ടൈംസ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങോട്ട് മൂവ് ചെയ്യിപ്പിച്ച അപ്പം മുതലാണ് കേട്ടോ. ആൻഡ് ഇവിടെ തന്നെയാണ് നമ്മുടെ ന്യൂ ഇയേഴ്സിന് നമ്മുടെ ബോൾ ഡ്രോപ്പ് ചെയ്യണ ആ ബിൽഡിംഗ് ഉള്ളത്. ആൻഡ് ആ ബോൾ ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്ത് 1907 മുതലാണ്. അന്ന് മുതൽ അതൊരു ട്രഡീഷൻ ആയിട്ട് മാറിയേക്കാണ് നമ്മളുടെ ടൈംസ് സ്ക്വയറിൽ വെച്ചിട്ട് എല്ലാ ന്യൂ ഇയറിനും ബോൾ ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങളും ഇനി കുറച്ച് ന്യൂയോർക്ക് ടൈംസിന്റെ വൈബൊക്കെ എൻജോയ് ചെയ്യൂ. ഉള്ള ബിൽ ബോർഡ്സിലൊക്കെ മോസ്റ്റ്ലി വലിയ വലിയ ആഡുകളൊക്കെ തന്നെയാണ് വരണത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും ബിൽ ബോർഡിൽ. അതിന് ചെറിയൊരു പൈസ കൊടുത്താലും മതി. ദിസ് വാസ് എ സ്വീറ്റ് ലിറ്റിൽ സർപ്രൈസ് ഫോർ മീ. ഞാനും ഫേമസ് ആയി കൂട്ടുകാരെ. നമ്മളുടെ ന്യൂയോർക്ക് ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് അയോധ്യയ്ക്ക് പോവാണ്. സോ ഇന്നലെ ടൈംസ് സ്ക്വയർ കഴിഞ്ഞ് നമ്മൾ മൊത്തം ക്ഷീണിച്ച് നടന്ന് പരിപ്പളകി. സോ വീട്ടിൽ വന്ന് മെട്രോയും ഇതൊക്കെ കയറി വീട്ടിൽ വന്നപ്പോഴേക്കും 2 മണി 2:30 അതുകൊണ്ട് വാവയെ ഉറക്കാൻ കിടത്തി നമ്മൾ അതിൻ്റെ കൂടെ ഉറങ്ങിപ്പോയി. ഇന്ന് രാവിലെ എണീക്കണേ. അപ്പോൾ സോ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ കാണാനും ഇത് കൂടുതലുണ്ട് കേട്ടോ. മെയിൻ അട്രാക്ഷൻസ് ഇതൊക്കെയാണ്. വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതും അല്ലെങ്കിൽ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ കാണിച്ചു തരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, അങ്ങനെ ടൈംസ് സ്ക്വയർ, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ്സ് ഇവിടെ ഇഷ്ടം പോലെ കാണാനുണ്ട്. എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് പുതിയതായിട്ട് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഫുഡ് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ വേറൊരു ദിവസം ആയിട്ട്, ഒരു ദിവസമല്ല കുറേ ആയിട്ട് വരാം. കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും. എന്ന് വെച്ചാൽ കുറേ കൺട്രീസിലെ ആൾക്കാരും പല പല കൾച്ചേഴ്സിലൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് കുറേ ടൈപ്പ് ഫുഡും കിട്ടും ഇവിടെ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് ഓരോ പ്രാവശ്യം വന്നാലും ഇഷ്ടം പോലെ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം അമ്മയച്ഛനെയും ഒന്ന് ന്യൂയോർക്ക് കാണിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് കുറച്ച് വെരി ഹൈലൈറ്റഡ് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി കാണാം. പക്ഷെ അവർ നല്ല ടയേർഡായി. മൊത്തത്തിലുള്ള കുറേ നടക്കണമല്ലോ. ന്യൂയോർക്കിൽ നമുക്ക് എല്ലായിടത്തൊന്നും വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറേ നടക്കേണ്ടി വരും. കുറേ ട്രെയിൻ ഇങ്ങനെ മാറി കയറേണ്ടി വരും. അവർ കുറച്ച് ഹെക്ടിക് 2 days ആയിരുന്നു. പക്ഷെ നമുക്ക് കുറേ ഈ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ട്സ് കാണിക്കാൻ പറ്റി. ഇഷ്ടമായിന്ന് വിചാരിക്കണം അവർക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. We don't need no education. No!